ന്യായശാസ്ത്രത്തിലെ 4 പ്രമാണങ്ങളിൽ പ്രത്യക്ഷം, അനുമാനം, ഉപമാനം എന്നീ 3 പ്രമാണങ്ങൾ ചർച്ച ചെയ്തു. 4-മത്തേതായ ശബ്ദപ്രമാണം ആരംഭിക്കുന്നു. തുടക്കത്തിൽ പറഞ്ഞു, ന്യായം പ്രമാണശാസ്ത്രമായതുകൊണ്ട് അതിനെ രാക്ഷസീകരിക്കാൻ എളുപ്പമല്ല, അതിലേക്ക് കപടശാസ്ത്രങ്ങൾ കയറ്റാൻ എളുപ്പമല്ല. പ്രമേയത്തിലാണെങ്കിൽ എത്ര വേണമെങ്കിലും കപടശാസ്ത്രങ്ങൾ കയറ്റാം, പ്രമാണത്തിൽ സാധിക്കില്ല. പക്ഷെ ഈ പ്രമാണങ്ങളിൽ വെച്ച് ശബ്ദപ്രമാണത്തെ കപടശാസ്ത്രമാക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഈ ന്യായശാസ്ത്രം കയ്യേറിയ ആളുകൾ ശബ്ദപ്രമാണത്തിൽ ആകാവുന്നത്ര രാക്ഷസത്വം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനെ രാക്ഷസ വിദ്യയാക്കി മാറ്റിയിട്ടുണ്ട്, അതിനെ കപടശാസ്ത്രമാക്കി മാറ്റിയിട്ടുണ്ട്. അതിന് അനുരൂപമായിട്ട് ഒരു പ്രമേയ പ്രകരണവും ഉണ്ടാക്കി ചേർത്തിട്ടുണ്ട്. പ്രമേയ പ്രകരണം യഥാസമയം ചർച്ച ചെയ്യാം. അങ്ങനെ ഈ ന്യായശാസ്ത്രത്തെ ന്യായദർശനം ആക്കി. ദർശനങ്ങളെല്ലാം രാക്ഷസ വിദ്യയാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ജീവൻ, ഈശ്വരൻ, ജഗത്ത്, ബന്ധം, മോക്ഷം 5 വിഷയങ്ങൾ പ്രതിപാദിക്കുന്നതാണ് എന്ന ദർശനത്തിന്റെ നിർവചനം. ഈ ന്യായശാസ്ത്രത്തെയും ആ നിർവചനത്തിന്റെ ചട്ടക്കൂട്ടിൽ കൊള്ളിക്കാൻ വേണ്ടി അതിൽ ചിലതൊക്കെ ചേർത്ത് അതിനെ ന്യായദർശനം എന്ന പേരിൽ രാക്ഷസ വിദ്യയാക്കി മാറ്റിയാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. ഇത് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു വസ്തുതയാണ്. ശബ്ദപ്രമാണത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുൻപ് ശബ്ദത്തെ പറ്റി സാമാന്യമായിട്ട് ചില കാര്യങ്ങൾ അറിയേണ്ടത് ആവശ്യമാണ്. അതുകൂടാതെ ഈ ശബ്ദപ്രമാണം ഉപയോഗിച്ച് നമുക്കൊരു ജ്ഞാനവും സമ്പാദിക്കാൻ കഴിയില്ല. എന്താണ് ശബ്ദം? ശബ്ദം എന്നതിന് ശബ്ദിക്കുന്നത് എന്നർത്ഥം. ശബ്ദിക്കുക വെച്ചാൽ പറയുക. അപ്പൊ ശബ്ദിക്കുന്നത്, അർത്ഥത്തെ പറയുന്നത് ശബ്ദം. വ്യാകരണശാസ്ത്രപ്രകാരം സാധുവായ വാക്കിനെ, പദത്തെ ശബ്ദം എന്ന്, വ്യാകരണശാസ്ത്രപ്രകാരം സാധുവായിട്ടുള്ള വാക്ക്, അതിന് പദം എന്ന് പറയുന്നു. അസാധുവായ രൂപത്തോടു കൂടിയത് പദം എന്നും പറയുന്നു. ഇങ്ങനെ പദം, അപദം എന്ന 2ആയിട്ട് ശബ്ദത്തെ വിഭജിച്ച് പദം എന്ന പ്രയോഗം ചെയ്ത ഒരു സന്ദർഭത്തിലും അപദം പ്രമാണങ്ങളിൽ വരുമ്പോ അവിടെ ശബ്ദം എന്ന് പറയുന്നത് ഈ പദത്തെ അല്ല, പദങ്ങളുടെ സമൂഹമായ വാക്യത്തെയാണ്. ശബ്ദപ്രമാണം എന്ന് പറയുന്നത് എല്ലായിടത്തും വാക്യത്തെയാണ്. വാക്യത്തിലാണ് ശബ്ദപ്രമാണം എന്ന് പറയുന്നത്. നിയതമായ അർത്ഥത്തെ ബോധിപ്പിക്കാൻ സാമർഥ്യമുള്ള അക്ഷര സമുദായമാണ് പദം. ഓരോ പദത്തിനും നിയതമായി ഒരർത്ഥത്തെ അല്ലെങ്കിൽ അനേകം അർത്ഥങ്ങളെ ബോധിപ്പിക്കാൻ സ്വതേ കഴിവുണ്ട്, സ്വാഭാവികമായ കഴിവുണ്ട്. പദത്തിന്റെ ഈ അർത്ഥബോധന സാമർഥ്യത്തെ ശക്തി എന്ന് വിളിക്കുന്നു. ശബ്ദശക്തി. ശക്തിയുള്ളത് പദം. തർക്കശാസ്ത്രത്തിൽ പദത്തെ നിർവചിക്കുന്നത് അങ്ങനെയാണ്. ശക്തം പദം. ശക്തിയുള്ളത് പദം. പദത്തിന് പ്രകൃതി,
പ്രത്യയം എന്ന് രണ്ട് അംശങ്ങൾ ഉണ്ട്. പ്രകൃതിയും പ്രത്യയവും ചേർന്നാണ് പദങ്ങൾ ഉണ്ടാകുന്നത്. പ്രകൃതിയാണ് പദത്തിന്റെ മൂലം. അതിൽ നിന്ന് അർത്ഥവിശേഷങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പല പ്രത്യയങ്ങൾ ചേർക്കുന്നു. നാമത്തിന്റെ പ്രകൃതിക്ക് ശബ്ദം എന്ന് വ്യാകരണത്തിൽ പേര് പറയുന്നു. നാമത്തിന്റെ പ്രകൃതി ശബ്ദം. ഇതിൽ ചേർക്കുന്ന പ്രത്യയങ്ങൾക്ക് പൊതുവായിട്ട് സുപ് എന്ന് പേര്. സുപ് പ്രത്യയം. സുപ്പിൽ അവസാനിക്കുന്ന പദത്തെ സുബന്ധങ്ങൾ എന്ന് പറയുന്നു. സുപ്പ് അന്തമായത്. സുപ്പ് അന്തം സുബന്ധം. എന്നു പേര്. ഈ ധാതുവിൽ ചേർക്കുന്ന എന്ന് വിളിക്കും. തിങ്പ്രത്യയം ചേരുമ്പോൾ ക്രിയ എന്ന അർത്ഥങ്ങളാണ് കിട്ടുക. തിങ് അവസാനിക്കുന്ന പദം തിങ്ങന്തം. അപ്പോൾ പദങ്ങൾ വ്യാകരണ ദൃഷ്ട്യാ സുബന്ധങ്ങൾ എന്നും തിങ്ങന്തങ്ങൾ എന്നും രണ്ട്. സുബന്ധങ്ങൾ നാമമാണ്, തിങ്ങന്തങ്ങൾ ക്രിയയാണ്. വ്യാകരണത്തിൽ പദത്തെ നിർവചിക്കുന്നത് വചനമാണ് ആദ്യം പറഞ്ഞത്. ശക്തം പദം, ശക്തിയുള്ളത് പദം. വ്യാകരണത്തിൽ പദത്തെ നിർവചിക്കുന്നത് സുപ്തിങ്ങന്തം പദം എന്നാണ്. സുപ്തിങ്ങന്തം പദം. സുബന്ധവും തിങ്ങന്തവുമാണ്. വാക്യം എന്ന് പറയുന്നത് സുബന്ധങ്ങളുടെയും തിങ്ങന്തങ്ങളുടെയും സമുദായമാണ് എന്ന് വരും. വ്യാകരണ ദൃഷ്ടിയിൽ പറയുമ്പോൾ വാക്യം സുബന്ധമാണ്. തിങ് സുബന്ധജയോ വാക്യം എന്ന് അമരം. തിങ് സുബന്ധ ചയ വാക്യം. തിങ്ങന്തത്തിന്റെയും സുബന്ധത്തിന്റെയും ചയം, ചയം സമുദായം, ചയനം ചെയ്യപ്പെട്ടത്, കൂട്ടിച്ചേർക്കപ്പെട്ടത്. ഇങ്ങനെ സുപ്തിങ്ങന്ത ചയോ വാക്യം എന്ന് അമരകോശത്തിൽ അർത്ഥം പറയുന്നു. പരസ്പരാകാംക്ഷ കൊണ്ട് പദാർത്ഥങ്ങൾ അന്വയിച്ച് വാക്യാർത്ഥം വെളിപ്പെടുന്നു. അപ്പോൾ വാക്യാർത്ഥം അറിയണമെങ്കിൽ നമുക്ക് ഒന്നാമതായിട്ട് ശബ്ദശക്തി അറിയണം. പദം ശക്തി കൊണ്ട് ബോധിപ്പിക്കുന്ന അർത്ഥം എന്താണ്? ഇതാണ് ഏറ്റവും പ്രാഥമികമായ ഭാഷാജ്ഞാനം. അതില്ലാതെ ഒരു ഭാഷയും മനസ്സിലാക്കാൻ കഴിയില്ല. ഇപ്പൊ ശക്തി അറിയുന്നത് കൊണ്ടാണ് ശബ്ദാർത്ഥജ്ഞാനം ഉണ്ടാകുന്നത്. അപ്പോൾ ശബ്ദശക്തി എങ്ങനെ അറിയും എന്ന വിഷയം വരും. എങ്ങനെയെല്ലാമാണ് ശബ്ദശക്തി അറിയുന്നത് എന്ന് പറയുന്നു. ശക്തിഗ്രഹം വ്യാകരണോപമാന കോശാപ്തവാക്യാത് വ്യവഹാരതശ്ച വാക്യസ്യ ശേഷാത് വിവൃതേർ വദന്തി സാന്നിധ്യത സിദ്ധപദസ്യ വൃദ്ധാഃ. ഇതാണ് ശ്ലോകം. ശക്തിഗ്രഹം വ്യാകരണോപമാന കോശാപ്തവാക്യാത്. ശക്തിഗ്രഹം. ഗ്രഹം എന്നാൽ ജ്ഞാനം. ശക്തിഗ്രഹം ശക്തിയെ വിഷയമാക്കുന്ന ജ്ഞാനം. എന്താണ് ശബ്ദത്തിന്റെ ശക്തി എന്ന അറിവ്? ശക്തിഗ്രഹം. അതെങ്ങനെയെല്ലാം ഉണ്ടാകുന്നു? വ്യാകരണോപമാന കോശാപ്തവാക്യാത്. ഒന്നാമത് വ്യാകരണാത്. വ്യാകരണത്തിൽ നിന്ന് ഉണ്ടാകുന്നു. വ്യാകരണം പ്രകൃതിയുടെയും
പ്രത്യയത്തിൻ്റെയും ജ്ഞാനം ഉണ്ടാകുന്നു. ആ പ്രകൃതി പ്രത്യയങ്ങളെ കൂട്ടിച്ചേർക്കുന്ന പ്രക്രിയ എന്താണ് എന്ന് പഠിപ്പിക്കുന്നു. അങ്ങനെ പ്രകൃതി, പ്രത്യയം, പ്രക്രിയ ഈ മൂന്നിൻ്റെയും ജ്ഞാനം ഉണ്ടാകുമ്പോൾ ഏത് പദവും ശക്തി കൊണ്ട് ബോധിപ്പിക്കുന്ന അർത്ഥം എന്താണ് എന്ന ജ്ഞാനം ഉണ്ടാകുന്നു. അങ്ങനെ ശബ്ദശക്തി വ്യാകരണം കൊണ്ട് അറിയുന്നു. ഉപമാനം രണ്ടാമത്തെ ഉപായം, ശക്തി അറിയാനുള്ള രണ്ടാമത്തെ ഉപായം ഉപമാനം ആണ്. ഉപമാനം എന്നാൽ സാദൃശ്യം. ഗവയം, കാട്ടുപശു. കാട്ടുപശു ഗോവിനെ പോലെയാണ്. ഗോ എന്ന് പറയുന്ന നാട്ടുപശു. അപ്പൊ ഗവയം ഗോവിനെ പോലെയാണ് എന്ന ഉപമാനം അറിയുമ്പോൾ ഗവയം എന്ന പദം ശക്തി കൊണ്ട് ബോധിപ്പിക്കുന്നത് ഇന്ന മൃഗത്തെയാണ് എന്ന് ഗവയ ശബ്ദത്തിന്റെ ശക്തി അറിയുന്നു. കോശാത്, ശബ്ദകോശത്തിൽ നിന്ന്. ശബ്ദകോശം കണ്ടു, വാക്കുകളുടെ അർത്ഥം പറയുന്ന ഗ്രന്ഥം. അതിൽ നിന്ന് വാക്കിന്റെ അർത്ഥം നമ്മൾ നേരിട്ട് വായിച്ച് അറിയുന്നു. ഇങ്ങനെ കോശാത്. പിന്നെ ആപ്തവാക്യാത്, ആപ്തവാക്യത്തിൽ നിന്ന്. ആപ്തന്റെ വാക്യം, ആപ്തവാക്യം. ആപ്തൻ എന്നാൽ ജ്ഞാനി, അർത്ഥജ്ഞാനം ഉള്ള ആള്. സാക്ഷാത്കൃത ധർമ്മ എന്ന ന്യായഭാഷ്യത്തിൽ ആപ്തൻ അർത്ഥം പറയുന്നു. പദാർത്ഥങ്ങളുടെ ധർമ്മം എന്താണെന്ന് സാക്ഷാത്കരിച്ചിരിക്കുന്ന ആള് ആപ്തൻ. അങ്ങനെ ജ്ഞാനി ആയിട്ടുള്ള ആൾ ആപ്തൻ. ആപ്തന്റെ വാക്യം ആപ്തവാക്യം. ആപ്തവാക്യത്തിൽ നിന്ന് ആപ്തന്റെ ഉപദേശം കൊണ്ട് ആപ്തൻ പറഞ്ഞു തരുന്നു ഈ പദത്തിന്റെ ശക്തി ഇന്നതാണ്, ഈ പദം ശക്തി കൊണ്ട് ഇന്ന അർത്ഥത്തെ ബോധിപ്പിക്കുന്നു എന്ന് ജ്ഞാനം ഉള്ള ആൾ പറയുമ്പോൾ അത് കേട്ടിട്ട് ജ്ഞാനമില്ലാത്ത ആൾക്ക് ശക്തി ജ്ഞാനം ഉണ്ടാകുന്നു. എങ്ങനെ? ആപ്തവാക്യാത്. വ്യവഹാരതശ്ച, വ്യവഹാരതഃ, വ്യവഹാരത്തിൽ നിന്ന്. വ്യവഹാരം എന്ന് പറയുന്ന പദപ്രയോഗം. മുതിർന്ന ആളുകള് പദം പ്രയോഗിക്കുന്നത് കേട്ടിട്ട് ഉത്തമവൃദ്ധൻ, മധ്യമവൃദ്ധൻ എന്നിങ്ങനെ പേര് പറയാറുണ്ട്. ഉത്തമവൃദ്ധൻ കൂടുതൽ പ്രായമുള്ള ആള്, മധ്യമവൃദ്ധൻ അതിനേക്കാളും പ്രായം കുറഞ്ഞ ആള്. ഉത്തമവൃദ്ധൻ മധ്യമവൃദ്ധനോട് പറയുന്നു, പശുവിനെ കൊണ്ടുവരൂ. ഗാം ആനയ, പശുവിനെ കൊണ്ടുവരൂ. ഗാം ദുഹ, പശുവിനെ കറക്കൂ. ഇതെല്ലാം കുട്ടികൾ കേൾക്കുന്നു. പശുവിനെ കൊണ്ടുവരൂ എന്ന് പറയുമ്പോൾ എന്തിനെയാണ് കൊണ്ടുവന്നത് എന്ന് കുട്ടികൾ കാണുന്നു. പശുവിനെ കറക്കൂ എന്ന് പറഞ്ഞു, അപ്പൊ എന്തിനെയാണ് കറന്നത് ഇതും കുട്ടികൾ കാണും. ഇങ്ങനെ കൊണ്ടുവരൂ, കറക്കൂ എന്ന രണ്ട് ക്രിയകളിൽ സാധാരണമായിട്ട് അന്വയിക്കുന്ന പശു എന്ന കർമ്മം, ആ ക്രിയയുടെ കർമ്മം, ഇത് കണ്ടിട്ട് കുട്ടികൾ പശു എന്ന വാക്കിന്റെ ശക്തി മനസ്സിലാക്കുന്നു. ഈ മൃഗത്തെയാണ് പശു എന്ന് പറയുന്നത് എന്ന് കുട്ടികൾ മനസ്സിലാക്കുന്നു. ഇതാണ് വ്യവഹാരതഃ എന്ന് പറയുന്നത്. വൃദ്ധവ്യവഹാരം കൊണ്ട് കുട്ടികൾക്ക് ശക്തിജ്ഞാനം ഉണ്ടാകുന്നു. ഈ വാക്യസ്യ ശേഷാത്, വാക്യത്തിന്റെ ശേഷാത്, ശേഷം കൊണ്ട്, ശേഷത്തിൽ നിന്ന്. വാക്യശേഷത്തിൽ നിന്നും ശക്തിജ്ഞാനം ഉണ്ടാകും. ശേഷം എന്ന് പറയുന്നത്
ഒരു വാക്യത്തിന്റെ അർത്ഥത്തെ പൂരിപ്പിക്കുന്ന വേറെ വാക്യങ്ങളെയാണ് വാക്യശേഷം എന്ന് പറയും. ഇങ്ങനെയുള്ള മുഖ്യാർത്ഥത്തെ പൂരിപ്പിക്കുന്ന, മുഖ്യവാക്യത്തിന്റെ അർത്ഥത്തെ പൂരിപ്പിക്കുന്ന ഇതര വാക്യങ്ങൾ, വാക്യശേഷങ്ങൾ, അവ കൊണ്ട് ശബ്ദശക്തി അറിയുന്നു. അപ്പൊ യൂപേ പശും ബദ്ധനാദി എന്നൊരു വാക്യം. യൂപേ പശും ബദ്ധനാദി, യൂപത്തിൽ പശുവിനെ കെട്ടുന്നു. ഇത് വൈദികമായ പ്രയോഗമാണ്. യാഗത്തിൽ ആലംബനം ചെയ്യാനുള്ള പശുവിനെ കെട്ടുന്ന കുറ്റിയാണ് യൂപം. ആ കുറ്റിയിൽ ആലംബനത്തിനുള്ള പശുവിനെ കെട്ടുന്നു. ഇതാണ് വാക്യത്തിന്റെ അർത്ഥം. യൂപേ പശും ബദ്ധനാദി. ഇങ്ങനെ കേൾക്കുമ്പോൾ ഇതിൽ എന്താണ് യൂപം? യൂപം എന്ന പദം ശക്തി കൊണ്ട് ബോധിപ്പിക്കുന്ന അർത്ഥം എന്താണ് എന്ന ജിജ്ഞാസ ഉണ്ടാകും. അതിന് സമാധാനം തരുന്ന അർത്ഥപൂരകങ്ങളായ വാക്യങ്ങൾ വേദത്തിൽ തന്നെ ഉണ്ട്, വാക്യശേഷങ്ങളുണ്ട്. ഖാതിര യൂപോ ഭവതി. ഖാതിര കരിങ്ങാലി, തടി. അത് യൂപോ ഭവതി, യൂപം ആകുന്നു. അപ്പൊ ഖാതിര യൂപമാകുന്നു എന്ന ഒരു വാക്യം. ഖാതിര യൂപമാകുന്നു എന്ന വാക്യശേഷം കൊണ്ട് ഈ ഖാതിര എന്ന വൃക്ഷത്തിന്റെ തടി കൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ യൂപം എന്ന അർത്ഥം മനസ്സിലാവും. ഇനി യൂപം തക്ഷതി, വേറെ ഒരു വാക്യശേഷം. യൂപം തക്ഷതി, യൂപത്തെ തക്ഷണം ചെയ്യുന്നു. തക്ഷണം ചെയ്യുക. ആശാരിമാരൊക്കെ കണക്കൊപ്പിച്ച് തക്ക ആയുധങ്ങൾ ഉപയോഗിച്ച് ഭംഗിയായിട്ട് മുറിച്ചെടുക്കുന്നു. എങ്ങനെയെങ്കിലും വെട്ടിയെടുത്താൽ പോരാ, വിറക് വെട്ടുന്ന പോലെ വെട്ടിയെടുത്താൽ പോരാ, തക്ഷണം ചെയ്യണം. അപ്പൊ യൂപം തക്ഷതി. അപ്പൊ തക്ഷണം ചെയ്യുന്ന ഖാതിര കാഷ്ഠവിശേഷം, കാഷ്ഠം തടി, തക്ഷണം ചെയ്ത ഖാതിര കാഷ്ഠവിശേഷമാണ്. എല്ലാം കണക്കൊപ്പിച്ച് ശില്പികൾ ഭംഗിയായിട്ട് ചെത്തി ഉണ്ടാക്കിയ കരിങ്ങാലി തടിയാണ് യൂപം എന്നായി. മൂന്നാമത്തെ വാക്യശേഷം. യൂപം അഷ്ടാസ്രീകരോതി, യൂപത്തെ അഷ്ടാസ്രം ആക്കുന്നു. അഷ്ടാസ്രം 8 ഭുജങ്ങളുള്ളത്, അല്ലെങ്കിൽ 8 കോണുള്ളത്. അഷ്ടകോണായിട്ട് ചെത്തുന്നു, അഷ്ടഭുജാകാരമായിട്ട് ചെത്തുന്നു. തക്ഷണത്തിന്റെ വിശേഷണമാണ്. എങ്ങനെ തക്ഷണം ചെയ്യണം, എങ്ങനെ കൊത്തണം? അഷ്ടഭുജാകാരമായിട്ട് കൊത്തണം. ഇത് മൂന്നാമത്തെ വാക്യശേഷം. ഈ 3 വാക്യശേഷങ്ങളുടെ അർത്ഥം ചേരുമ്പോൾ എന്തായി? തക്ഷണം കൊണ്ട് അഷ്ടാസ്ത്രീകരിച്ച ഖാതിര തടിയാണ് യൂപം. അഷ്ടകോണായി ചെത്തി ഉണ്ടാക്കിയ കരിങ്ങാലി തടിയാണ് യൂപം എന്ന് യൂപം എന്ന ശബ്ദത്തിന്റെ ശക്തി മനസ്സിലാകുന്നു. യൂപം ശക്തി കൊണ്ട് ബോധിപ്പിക്കുന്ന അർത്ഥം ഇതാണ് എന്ന ജ്ഞാനം ജനിക്കുന്നു. ഇതാണ് വാക്യസ്യ ശേഷാത്. വാക്യശേഷം കൊണ്ട് ശക്തിജ്ഞാനം ഉണ്ടാകുന്നു. വിവൃതേഹേ, വിവൃതിയിൽ നിന്ന്. വിവൃതി എന്നാൽ വിവരണം, പദത്തെ വിവരിച്ചു പറയുക. ചുരുക്കി പറഞ്ഞിരിക്കുന്ന പദത്തെ വിവരിച്ച് പറയുന്നു. പചതി എന്ന ഒരു പദം, പചതി. ഡുപജ് പാകേ എന്ന് ധാതു. വെച്ചുണ്ടാക്കുക, വേവിക്കുക.
എങ്ങനെയാണ് പചതി. ഈ പചതി എന്ന ശക്തി ബോധിപ്പിക്കാൻ അതിനെ വിവരിക്കുന്നു. പാകം കരോതി. പചതി എന്ന വാക്കിനെ പാകം ചെയ്യുന്നു എന്ന് വിവരിച്ച് പറയുന്നു. ഇങ്ങനെ വിവരണം കൊണ്ട്, വിവൃതി കൊണ്ട് ശബ്ദശക്തിയുടെ ജ്ഞാനം ഉണ്ടാകുന്നു. ഇങ്ങനെ വിവൃതേർ വദന്തി സാന്നിധ്യത സിദ്ധപദസ്യ വൃഥ. സിദ്ധപദസ്യ സാന്നിധ്യത, സിദ്ധപദത്തിന്റെ സാന്നിധ്യം കൊണ്ട്. സിദ്ധപദം എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ ശക്തി അറിയാവുന്ന പദം. ഏത് പദത്തിന്റെ ശക്തി നമുക്ക് അറിയാമോ ആ പദം സിദ്ധപദം. ഈ സിദ്ധപദത്തിന്റെ സാന്നിധ്യം, അടുപ്പം. ഒരു വാക്യത്തിൽ ശക്തി അറിഞ്ഞുകൂടാത്ത പദമുണ്ട്, അതിൻ്റെ അടുത്ത് തന്നെ ശക്തി അറിയുന്ന പദവുമുണ്ട്. പദങ്ങൾ സാകാംക്ഷങ്ങളാവണല്ലോ, ഒന്നിന്റെ അർത്ഥത്തോട് മറ്റേ യോജിച്ചുകൊള്ളോ വാക്യത്തില്. ഇങ്ങനെ സിദ്ധപദം ശക്തിയാവുന്ന പദത്തിന്റെ അർത്ഥം നമുക്ക് നേരത്തെ വായിക്കാതെ കാണുമ്പോൾ തന്നെ അറിയാം. അതിൽ നിന്ന് ശക്തി അറിഞ്ഞുകൂടാത്ത പദത്തിന്റെ അർത്ഥം ഊഹിച്ചറിയാം. ഇതിന് ഇന്ന അർത്ഥമേ ആയിരിക്കുള്ളൂ, അതായിരുന്നാലേ വാക്യാർത്ഥം ശരിയാവുള്ളൂ. ഇങ്ങനെ സിദ്ധപദത്തിന്റെ സാന്നിധ്യം കൊണ്ട് ശക്തിജ്ഞാനം ഉണ്ടാകും. ഇപ്പൊ വസന്തത്തിൽ തേന്മാവിലിരുന്ന് പികം മധുരമായി പാടുന്നു എന്നൊരു വാക്യം. ഇതിൽ പികം എന്ന വാക്കിന്റെ ശക്തി ഒരാൾക്ക് അറിഞ്ഞുകൂടാ എന്ന് വിചാരിക്കുക. വസന്തകാലം, വസന്ത ഋതു, അതിൻ്റെ ശക്തി അയാൾക്കറിയാം. തേന്മാവ് എന്താണെന്നും അറിയാം, അതിൻ്റെ ശക്തി അറിയാം. പാടുന്നു എന്ന ക്രിയയുടെയും ശക്തി അറിയാം. ഇതൊക്കെ അറിയുമ്പോ ഈ പികം എന്ന പദത്തിന്റെ ശക്തി അറിഞ്ഞുകൂടാ എങ്കിലും ശക്തിജ്ഞാനം ഉള്ള ഈ പദങ്ങളുടെ സാന്നിധ്യം കൊണ്ട് പികത്തിന്റെ അർത്ഥം ഊഹിക്കാൻ സാധിക്കും. പാടുക വസന്തകാലത്ത് തേന്മാവിൽ ഇരുന്നിട്ട്, അത് കുയിലാണ്. അപ്പൊ പികം എന്നാൽ കുയിലാണ്. ഈ പികത്തിന്റെ ശക്തി, പികം ശക്തി കൊണ്ട് ബോധിപ്പിക്കുന്നത് കുയിലിനെയാണ് എന്ന ജ്ഞാനം സിദ്ധപദത്തിന്റെ സാന്നിധ്യം കൊണ്ട് ഉണ്ടാകും. സിദ്ധപദസ്യ സാന്നിധ്യത. ഇങ്ങനെ ഇത്രയും ഉപായങ്ങൾ ആണ് ശക്തിജ്ഞാനത്തിനുള്ളത് എന്ന് വൃദ്ധ വദന്തി. വൃദ്ധന്മാർ പറയുന്നു, വൃദ്ധന്മാർ ജ്ഞാനികൾ. ജ്ഞാനികൾ ഇങ്ങനെ പറയുന്നു, ശബ്ദശക്തി അറിയാൻ ഇത്രയുമാണ് ഉപായങ്ങൾ എന്ന് ജ്ഞാനികൾ പറയുന്നു എന്നാണ്. പ്രകൃതിയും പ്രത്യയവും കൊണ്ട് അർത്ഥമറിയുന്ന രീതി നോക്കാം. പ്രകൃതിയും പ്രത്യയവും കൊണ്ട് അർത്ഥമറിയുന്നതിന് വ്യുത്പത്തി എന്ന് പറയും. ഒരു പദം കിട്ടിയാൽ ആ പദത്തിന്റെ വ്യുത്പത്തി ചിന്തിക്കുന്നു, അർത്ഥം വ്യുത്പത്തി പറയുന്നു. വ്യുത്പത്തി പറഞ്ഞ് വാക്കിന്റെ അർത്ഥം കാണിക്കും. നായക എന്ന് ഒരു പദം. നായക, നീ എന്നും മയ എന്നും രണ്ട് രൂപത്തിലുള്ള ധാതു. പ്രാപിക്കുക എന്നർത്ഥം. നീ പ്രാപണേ, എന്നർത്ഥത്തിൽ പ്രയോഗിക്കുന്നു നായകൻ എന്ന് പറയുമ്പോൾ. ഇതിൽ നിന്ന് എന്ന പ്രത്യയം വരുന്നു. അക, അക എന്ന പ്രത്യയത്തിന് വ്യാകരണത്തിൽ നുവില് എന്ന് ഒരു പേര് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പേര് കൊടുത്തിരിക്കുന്നു, പേര് കൊടുത്തത് കൊണ്ട് അതായത് നുവില്.
എന്ന് പ്രത്യയം. വണ്ണുൽ പ്രത്യയം. നുൽ എന്ന് പറയുന്ന പ്രത്യയത്തിന്റെ രൂപം അക. അപ്പൊ നയ എന്നും അക എന്നും ചേർത്തു. നയ എന്ന ധാതുവും അക എന്ന പ്രത്യയവും കൂട്ടിച്ചേർന്നു. വ്യാകരണ പ്രക്രിയ അനുസരിച്ച് ഈ പദങ്ങൾ സന്ധിച്ച ഒരു രൂപം ഉണ്ടാകും. അപ്പൊ സന്ധികാര്യമായിട്ട് ചില മാറ്റങ്ങൾ വരും. സന്ധിയിൽ കാര്യമായിരിക്കുന്നത് സന്ധികാര്യം. ഇവിടെ സന്ധികാര്യം എന്ന് പറയുന്നത് ഈ നയ എന്ന പൂർവപദത്തിന്റെ ആദിയിൽ ഉദ്ധി വരുന്നു. നകാരത്തിന്റെ അല്ലെ അകാരത്തിന് വൃദ്ധി വരുന്നു. ന എന്നത് നാ എന്ന് ദീർഘിക്കുന്നു. ആദ്യ വൃദ്ധി. അങ്ങനെ നായക എന്നാകുന്നു. നയ എന്ന് ആകാതിപ്പം നയക എന്നല്ല പറയാ. നകാരത്തിന്റെ അകാരം ദീർഘിച്ച് നായക എന്ന് ആകും. ഇങ്ങനെ പ്രകൃതിയും പ്രത്യയവും പിരിച്ച് അതിന്റെ രണ്ടിന്റെയും അർത്ഥം ആലോചിക്കുമ്പോൾ അക എന്നത് അതിന്റെ കർത്താവാണ് നായകൻ എന്ന വാക്കിന്റെ ശക്തി മനസ്സിലാവും. നയിക്കുന്നവൻ. അർത്ഥം ഈ നയനക്രിയയുടെ കർത്താവ് എന്ന അർത്ഥത്തിൽ നായകൻ എന്ന് ആകും. വ്യുത്പത്തി നോക്കി അർത്ഥം മനസ്സിലാക്കുന്നതിന്റെ രീതി. ഇതുപോലെ വേറൊരു പ്രത്യയമാണ് ത്രിജ്. ത്രിജൗ രണ്ട് കർത്തൃപ്രത്യയങ്ങൾ. ത്രിജ് എന്നും പ്രത്യയമാണ്. ഇവിടെ ഇതിനു പകരം ത്രിജ് എന്ന പ്രത്യയം ചേർത്താൽ പദം നേതൃ എന്നായി. ത്രിജ് ചകാരം ഇത്താണ് ഇതിനു വേണ്ടി ചേർക്കുന്നത്. അതാദ്യം മാറ്റിവെക്കും. എല്ലായിടത്തും ഇത്ത് ലോപിക്കും എന്നും നിയമം. അപ്പൊ ത്രിജ് എന്നതിൽ തൃ എന്നാണ് പ്രത്യയത്തിന്റെ രൂപം. അപ്പൊ നേതൃ. നേത, നേതാരോ, നേതാര. നേതാവ് എന്ന് മലയാളം. മലയാളത്തിൽ ദീർഘാന്തമായിട്ട് പദം നിൽക്കില്ല. അപ്പൊ സംസ്കൃതത്തിലെ നേതാ എന്ന പദം മലയാളത്തിൽ വരുമ്പോൾ ഒടുവിലത്തെ അകാരം ഓഷ്ഠ്യമായതുകൊണ്ട് വാ ആദേശിച്ച് നേതാവ് എന്നാവും. ഇത് ത്രിജ പ്രത്യയം കൊണ്ട് കിട്ടുന്നു. അപ്പൊ അവിടെയും നയിക്കുന്നവൻ എന്ന് അർത്ഥം കിട്ടുന്നു. ഇതുപോലെ പച ധാതു ഉടുപച്ച് പാകെ, പാകം ചെയ്യുക എന്ന അർത്ഥത്തിൽ പച എന്ന ധാതു. അതിൽ അക എന്ന പ്രത്യയം ചേർക്കുമ്പോൾ പാചക എന്നായി. പാചകൻ, പാകം ചെയ്യുന്ന ആൾ. പാകകർത്താവ് എന്ന അർത്ഥം വരുന്നു. അവിടെയും ത്രിജ് വയ്ക്കാം. പച് എന്ന ധാതുവിന്റെ കൂടെ ത്രിജ് എന്ന് പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ പക്തൃ എന്നായി. ഭക്ത, ഭക്ത, ഭക്താരോ, ഭക്താര. ഭക്താവ് എന്ന് മലയാളം. ഭക്താവിനും പാകകർത്താവ് എന്നർത്ഥം. ഇതാണ് പ്രകൃതിയും പ്രത്യയവും കൊണ്ട് ശബ്ദശക്തി ഇങ്ങനെ ശബ്ദശക്തി
അറിയാനുള്ള ഉപായങ്ങൾ. ഈ ഉപായങ്ങൾ കൊണ്ട് ശബ്ദശക്തി അറിഞ്ഞ് വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നു. ഇങ്ങനെ മനസ്സിലാക്കുന്ന അർത്ഥം മാത്രമല്ല ആ പദത്തിനുള്ളത്. പദത്തിന് അർത്ഥം ബോധിപ്പിക്കാൻ പല വിധത്തിലുള്ള വ്യാപാരങ്ങളുണ്ട്. അപ്പൊ ശബ്ദവ്യാപാരം എന്ന ഒരു വിഷയം വരും. അർത്ഥം ബോധിപ്പിക്കുന്ന പ്രക്രിയയാണ് വ്യാപാരം. ഇപ്പൊ ശബ്ദ വ്യാപാരം, ശബ്ദത്തിന്റെ അർത്ഥം ബോധിപ്പിക്കാനുള്ള സാമർഥ്യം. വ്യാപാരം അതിന് വൃത്തി എന്നും പറയും. വൃത്തി 3 വിധമാണ്. വൃത്തി അല്ലെങ്കിൽ വ്യാപാരം 3 അഭിധ, ലക്ഷണ, വ്യഞ്ജന. ഇങ്ങനെയാണ് 3 വ്യാപാരങ്ങൾ. ശബ്ദശക്തി കൊണ്ട് അർത്ഥം ബോധിപ്പിക്കുന്ന വ്യാപാരമാണ് അഭിധാവൃത്തി. ശക്തി കൊണ്ട് അർത്ഥം ബോധിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ശക്തി കൊണ്ട് അർത്ഥം ബോധിപ്പിക്കുന്ന വൃത്തി അല്ലെങ്കിൽ വ്യാപാരം അഭിധാവൃത്തി. വേറെ വ്യാപാരങ്ങളൊന്നും വരുന്നില്ല അവിടെ. കേവലം ശബ്ദശക്തിയുടെ പ്രവർത്തനമേ അവിടെ ഉള്ളൂ. പദം കേൾക്കുന്നു, അതിൻ്റെ ശക്തി കൊണ്ട് അതിൻ്റെ അർത്ഥം നമ്മൾ ധരിക്കുന്നു. ഇങ്ങനെ ശക്തി കൊണ്ട് അർത്ഥം ബോധിപ്പിക്കുന്ന ഈ അഭിധ 4 വിധത്തിൽ ഉണ്ട്. ഈ 4 വിധം രൂഢം, യൗകികം, യോഗരൂഢം, യൗകിക രൂഢം എന്നിങ്ങനെയാണ്. രൂഢം, യൗകികം, യോഗരൂഢം, യൗകിക രൂഢം. രൂഢം എന്നാൽ പ്രസിദ്ധം എന്നർത്ഥം. ഇത് അവയവാർത്ഥത്തെ അപേക്ഷിക്കാതെ കിടക്കുന്ന അർത്ഥത്തിന്റെ പേരാണ് വേണ്ടില്ല, അതിനെ അപേക്ഷിക്കുന്നേയില്ല. അവയവാർത്ഥം നിരപേക്ഷമായിട്ട് ചില പദങ്ങൾക്ക് ഭാഷയിൽ ഉറച്ചു കിടക്കുന്ന അർത്ഥമുണ്ട്. ആ പദം കേൾക്കുമ്പോൾ ആ അർത്ഥമാണ് നമുക്ക് ഉടനെ തന്നെ തോന്നാം. കാരണം അതിന് അത്രയും പ്രസിദ്ധിയുണ്ട്. പ്രസിദ്ധമായിട്ടുള്ള അർത്ഥമാണ് രൂഢി. ഉദാഹരണത്തിന് മണ്ഡപം എന്ന് പദം, മണ്ഡപ എന്ന് പുല്ലിംഗമായിട്ടും പറയാം. ഇതിനെ നമ്മൾ അവയവാർത്ഥം നോക്കിയാൽ ഇതിന് മണ്ഡം എന്നും പ എന്നും അല്ലെങ്കിൽ പം എന്നും 2 അവയവങ്ങളാണ്. മണ്ഡം ഒരവയവം, പം വേറെ ഒരവയവം. മണ്ഡം എന്ന അവയവത്തിന്റെ അർത്ഥം എല്ലാ രസങ്ങളുടെയും തെളി. മലയാളത്തിൽ തെളി എന്ന് പറയാറുണ്ട്. രസങ്ങളുടെ തെളി, മേലെ തെളിഞ്ഞു വരുന്നത്, അതിൻ്റെ അടിയിൽ കിടന്ന് മട്ട, കിട്ടം എന്നും പറയാം. മണ്ഡം എന്നത് ഈ തെളിയുടെ പേരാണ്. പം എന്നതിന് പാനം ചെയ്യുന്നത് എന്നർത്ഥം, കുടിക്കുന്നത്. അവയവാർത്ഥം എടുത്താൽ മണ്ഡം പിബതി ഇത് മണ്ഡപം. മണ്ഡത്തെ പാനം ചെയ്യുന്നത്, തെളി കുടിക്കുന്നത് എന്നാണ് അർത്ഥം. എന്നാൽ ഈ അർത്ഥമല്ല മണ്ഡപം എന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നു. ഈ അർത്ഥത്തിലല്ല അവിടെ പ്രയോഗം.
അത് ഈ അവയവാർത്ഥവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത വേറെ ഒരു അർത്ഥത്തിലാണ് പ്രയോഗിക്കുക. കെട്ടിടങ്ങളിലൊക്കെ വളരെ മനോഹരമായിട്ട് പണിതുണ്ടാക്കിയിരിക്കുന്ന എടുപ്പ്, മണ്ഡപം, ഇത് ഒരു വാസ്തുശില്പ വിശേഷം, വാസ്തുശില്പത്തിന്റെ ഒരു പണിത്തരം ആണ് മണ്ഡപം. അത് രൂഢിയാണ്. ആ അർത്ഥം ഭാഷയിൽ ഉറച്ചു കിടക്കുന്നു. അത് ഉറച്ചു കിടക്കുന്നത് കൊണ്ട് അവയവങ്ങളായ മണ്ഡത്തിന്റെയും പം എന്നതിൻ്റെയും അർത്ഥത്തിലേക്ക് നമ്മൾ പോകുന്നേയില്ല. ഇത് ചിന്തയിലേ വരുന്നില്ല. മണ്ഡപം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ വാസ്തുശില്പ വിശേഷം എന്ന അർത്ഥം മനസ്സിൽ ഉദിച്ചു കഴിഞ്ഞു. കാരണം അതിന് അത്രയും പ്രസിദ്ധിയുണ്ട്. ഈ പ്രസിദ്ധിയാണ് രൂഢി. അങ്ങനെയുള്ള അർത്ഥം രൂഢാർത്ഥം. സംജ്ഞാനാമങ്ങൾ മിക്കവാറും രൂഢങ്ങളാണ്. അങ്ങനെ രൂഢാർത്ഥം ഉള്ളിടത്ത് അവയവാർത്ഥം ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവയവാർത്ഥം പറയാൻ പറ്റണമെന്ന് തന്നെ ഇല്ല. ചില പദങ്ങൾക്ക് വ്യുത്പത്തി പറയാനേ കഴിയില്ല. അങ്ങനത്തെ പദങ്ങളുണ്ട്. പക്ഷെ അതിന് രൂഢിയുണ്ട്. അതുകൊണ്ട് അർത്ഥം സാധുവല്ല എന്നും പറയാൻ പറ്റില്ല. ഭാഷയിൽ ഏതിന് രൂഢിയുണ്ടോ അത് സാധുവായ അർത്ഥമാണ്, വ്യുത്പത്തി പറയാൻ പറ്റിയാലും ഇല്ലെങ്കിലും. അപ്പൊ വ്യുത്പത്തി പറയാൻ പറ്റാത്ത പദങ്ങൾക്കും കൂടി ഇങ്ങനെ സാധുവായ രൂഢാർത്ഥം ഉണ്ട്. അത് രൂഢി. ഇനി യൗകികം. യോഗം എന്നത് അവയവാർത്ഥത്തിന്റെ പേരാണ്. യോഗം അവയവാർത്ഥം. ഓരോ ശക്തി കൊണ്ട് അർത്ഥം ബോധിപ്പിക്കുന്നു. അവയവങ്ങൾ ശക്തി കൊണ്ട് ബോധിപ്പിക്കുന്ന അർത്ഥങ്ങൾ എല്ലാം കൂട്ടിച്ചേർത്താൽ കിട്ടുന്ന അർത്ഥത്തിന്റെ ആകെ ശാസ്ത്രജ്ഞൻ, സംസ്കൃതത്തിൽ ശാസ്ത്രജ്ഞ എന്ന അകാരാന്തമായിട്ട് മലയാളത്തിൽ വരുമ്പോൾ നകാരാന്തം ആകുന്നു. അപ്പൊ ശാസ്ത്രജ്ഞ എന്ന പദം ജ്ഞ എന്ന് രണ്ടാം അറിയുന്നവൻ എന്ന അർത്ഥം കിട്ടുന്നു. ശാസ്ത്രം ജാനാതി ഇതി ശാസ്ത്രജ്ഞ. ശാസ്ത്രം അറിയുന്നവൻ ശാസ്ത്രജ്ഞൻ എന്ന് അർത്ഥം. അവിടെ അവയവ അർത്ഥങ്ങൾ നേരെ കൂടിച്ചേർന്ന് പദത്തിന്റെ അർത്ഥമായി. ഇതാണ് യൗകികം. യോഗരൂഢം. രൂഢം എന്താണ് നേരത്തെ പറഞ്ഞു. ഭാഷയിൽ ഉറച്ചു കിടക്കുന്ന അർത്ഥമാണ്. അവയവാർത്ഥത്തെ അപേക്ഷിക്കാതെ ഭാഷയിൽ ഉറച്ചു കിടക്കുന്ന അർത്ഥമാണ് രൂഢം. അവയവാർത്ഥമാണ് യൗകികം. യോഗം എന്നത് അവയവാർത്ഥത്തിന്റെ പേര്. യോഗവും രൂഢിയുമുള്ള പദത്തെയാണ് യോഗരൂഢം. അല്ലെങ്കിൽ ജനിക്കുന്നത്. ഇത് രണ്ടും ചേരുമ്പോൾ അവയവാർത്ഥങ്ങൾ ചേർന്ന് ഉണ്ടാകുന്ന അർത്ഥം പങ്കത്തിൽ നിന്ന് ജനിക്കുന്നത്. പങ്കാത് ജായതേ ഇതി പങ്കജം. പങ്കത്തിൽ നിന്ന്, ചളിയിൽ നിന്ന് ജനിക്കുന്നത് പങ്കജം. ഇത് അവയവാർത്ഥമാണ്. അതായത് യോഗം. ചളിയിൽ നിന്ന് പലതും ജനിക്കുന്നുണ്ട്. അതിനെല്ലാം ഭാഷയിൽ പങ്കജം എന്ന് പറയുന്നില്ല. പങ്കജം
എന്ന് പറയുന്നത് താമരപ്പൂവിനെയാണ്. അത് അവയവാർത്ഥം കൊണ്ട് കിട്ടില്ല. ചെളിയിൽ ജനിക്കുന്നതെന്ന് മാത്രമേ അവയവാർത്ഥം കിട്ടുന്നുള്ളൂ. നിന്ന് ഉണ്ടാകുന്നത്, ചെളിയിൽ ഉണ്ടാകുന്നത് എന്ന അർത്ഥമേ കിട്ടൂ. താമര എന്ന് രൂഢി കൊണ്ടാ കിട്ടുക. ഇത് രണ്ടും ഉണ്ട്. ഇത് രണ്ടും ഉള്ളിടത്ത് രൂഢിയാണ് മികച്ചു നിൽക്കുക. അതിനാണ് പ്രസിദ്ധി. അതാണ് ഉടനെ തോന്നാൻ കേട്ട. ഇങ്ങനെ പങ്കജം എന്ന വാക്ക് യോഗം കൊണ്ട്, അവയവശക്തി കൊണ്ട് ചെളിയിൽ നിന്നുണ്ടാകുന്ന എല്ലാറ്റിൻ്റെയും പേരാണെങ്കിലും അതിന് താമരയിൽ രൂഢിയുള്ളത് കൊണ്ട് നിയതമായി താമര എന്ന അർത്ഥത്തെ തന്നെ ബോധിപ്പിക്കുന്നു. ഇതാണ് യോഗരൂഢം. ഇവിടെ അവയവാർത്ഥം ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പദത്തിന് അവയവാർത്ഥം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പ്രയോഗം അവയവാർത്ഥത്തിലല്ല, പ്രയോഗം രൂഢാർത്ഥത്തിലാണ്. ഇതാണ് യോഗരൂഢം. നീ യൗകിക രൂഢം. യൗകിക രൂഢത്തിലും യോഗാർത്ഥമുണ്ട്, രൂഢിയുമുണ്ട്. യോഗരൂഢത്തിൽ നിന്നതിനുള്ള വിശേഷം, യോഗരൂഢത്തിൽ രൂഢിക്ക് പ്രസക്തിയുള്ളൂ. യോഗമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. രൂഢിയാണ് അതിൻ്റെ ശരിയായ അർത്ഥം. യൗകിക രൂഢത്തിൽ രണ്ടിനും തുല്യ പ്രസക്തി. അത് അവയവശക്തി കൊണ്ടും അർത്ഥം ബോധിപ്പിക്കുന്നു, രൂഢി കൊണ്ടും അർത്ഥം ബോധിപ്പിക്കുന്നു. അതായത് രണ്ടർത്ഥങ്ങളെ പറയുന്നു. ഈ രണ്ടർത്ഥത്തിലും പ്രയോഗമുണ്ട്. ഉദാഹരണത്തിന് അശ്വഗന്ധം. അശ്വഗന്ധം, അശ്വം കുതിര, ഗന്ധം മണം. അശ്വഗന്ധം, അശ്വത്തിൻ്റെ ഗന്ധം ഉള്ളത്, കുതിരയുടെ മണം ഉള്ളത്. കുതിരയുടെ മണം എന്തിനാണുള്ളത്? കുതിരയുടെ മണം ഉണ്ടാവുന്നത് കുതിരലായത്തിനാണ്. കുതിരയെ കെട്ടുന്ന സ്ഥലം കുതിരലായം. അശ്വഗന്ധം എന്ന പദം യോഗം കൊണ്ട്, അവയവശക്തി കൊണ്ട് ബോധിപ്പിക്കുന്നത് കുതിരലായത്തെയാണ്. യോഗം കൊണ്ട് കിട്ടുന്ന അർത്ഥം കുതിരലായം. ഇത് ഒരു മരുന്നിൻ്റെയും പേരാണ്. അശ്വഗന്ധം എന്നത് ഔഷധ സസ്യത്തിൻ്റെ പേരാണ്. ആ സസ്യത്തിന് അശ്വത്തിൻ്റെ ഗന്ധമില്ല, പക്ഷെ അതിൻ്റെ പേര് അശ്വഗന്ധം എന്നാണ്. അവിടെ അശ്വഗന്ധം എന്ന പദം രൂഢി കൊണ്ടാണ് ഈ ഔഷധ സസ്യത്തിൻ്റെ പേരായത്, യോഗം കൊണ്ടല്ല. രണ്ടർത്ഥത്തെ ബോധിപ്പിക്കുന്നു. യോഗം കൊണ്ട് കുതിരലായത്തെയും രൂഢി കൊണ്ട് ഔഷധവിശേഷത്തെയും. ഇങ്ങനെ രണ്ടർത്ഥങ്ങളെ ഈ പദം പ്രകാശിപ്പിക്കും. ഇങ്ങനെ യോഗം കൊണ്ടൊരർത്ഥവും യൗകികാർത്ഥത്തിലൊരർത്ഥവും രൂഢി കൊണ്ട് വേറെ അർത്ഥവും പറയുന്ന പദമാണ് യൗകിക രൂഢം. ഇങ്ങനെ 4 വിധം അർത്ഥങ്ങൾ. ഇനി പ്രകരണം കൊണ്ട് ശക്തിഗ്രഹണം. നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ ഇല്ലാത്തതാണ് പ്രകരണം. പ്രകടിച്ച സന്ദർഭം, കോണ്ടെക്സ്റ്റ്. പ്രകരണവശാൽ ശബ്ദശക്തി അറിയപ്പെടുന്നു. അപ്പൊ നാനാർത്ഥങ്ങൾ ഉള്ള പദം പ്രകരണം നോക്കി അർത്ഥമറിയേണ്ടതാണ്. എല്ലാ പ്രകരണങ്ങളിലേക്കും എല്ലാ പദങ്ങളും എല്ലാ അർത്ഥങ്ങളും യോജിക്കില്ല. പ്രകരണം കൊണ്ട് അർത്ഥം നിയമിക്കപ്പെടുന്നു. ഉദാഹരണത്തിന് സൈന്ധവം. സൈന്ധവം, സിന്ധുവിൽ ഉണ്ടായത് സൈന്ധവം. സിന്ധൗ ഭവം, സൈന്ധവം ഉണ്ടായത് സൈന്ധവം. സിന്ധു എന്നാൽ സമുദ്രം. അപ്പൊ സമുദ്രത്തിൽ ഉണ്ടായത് എന്നർത്ഥം.
സിന്ധു എന്നത് ഒരു ദേശവിശേഷത്തിന്റെയും പേരാണ്, ഒരു സ്ഥലത്തിന്റെ പേരാണ് സിന്ധു ദേശം. അവിടെ ഉണ്ടായതും സൈന്ധവമാണ്. രണ്ടും സിന്ധു ആണല്ലോ. സിന്ധുവിലുണ്ടായത് സൈന്ധവം എന്നത് സമുദ്രത്തിലുണ്ടായതിനും സിന്ധു ദേശത്തുണ്ടായതിനും ഒരുപോലെ യോജിക്കും. സമുദ്രത്തിൽ ഉണ്ടായതാണ് ഉപ്പ്. സമുദ്രത്തിൽ ഉണ്ടാകുന്നതുകൊണ്ട്, സമുദ്രത്തിൽ നിന്ന് ഉണ്ടാകുന്നതുകൊണ്ട് ഉപ്പിന് സൈന്ധവം എന്ന് പേര്. സിന്ധുദേശം നല്ല ഇനം കുതിരകൾക്ക് പ്രസിദ്ധമായിരുന്നു. ഏറ്റവും നല്ല കുതിരകളെ കിട്ടുന്ന സ്ഥലം ഈ സിന്ധുദേശമായിരുന്നു എന്നാണ് പറയുന്നത് പഴയകാലം. അതുകൊണ്ട് കുതിരയ്ക്ക് സൈന്ധവം എന്നു പേരായി. അപ്പൊ സൈന്ധവം എന്ന വാക്കിന് ഉപ്പ് എന്ന അർത്ഥമുണ്ട്, കുതിര എന്നും അർത്ഥമുണ്ട്. അപ്പൊ സൈന്ധവം കൊണ്ടുവരൂ എന്ന് ഒരു വാക്യം. സൈന്ധവം ആനയ, സൈന്ധവം കൊണ്ടുവരൂ. ഇവിടെ എന്താണ് സൈന്ധവം? ഈ വാക്യത്തിലെ സൈന്ധവം എന്ന പദം ശക്തി കൊണ്ട് ബോധിപ്പിക്കുന്നത് ഏത് അർത്ഥയാണോ, ഉപ്പാണോ? ഇതെങ്ങനെ തീരുമാനിക്കും? ഇത് പ്രകരണം നോക്കിയാണ് തീരുമാനിക്കും. ആഹാരം കഴിക്കുമ്പോൾ സൈന്ധവമാനയ എന്ന് പറഞ്ഞാൽ അവിടെ ഉപ്പ് കൊണ്ടുവരൂ എന്നാണ് താല്പര്യം. ഭക്ഷണം കഴിക്കുന്ന ആൾക്ക് ഉപ്പാണ് ആവശ്യം. ഭക്ഷണം കഴിക്കുന്ന സന്ദർഭം ഭോജന പ്രകരണം, ഭോജനമാണ് എങ്കിൽ ആ ഭോജന പ്രകരണത്തിൽ സൈന്ധവം എന്ന വാക്ക് ശക്തി കൊണ്ട് ബോധിപ്പിക്കുന്നത് ഉപ്പിനെയാണ്. ഉപ്പ് എന്നർത്ഥം മനസ്സിലാവും. യാത്ര പുറപ്പെടുന്ന ആളാണ് പറയുന്നതെങ്കിലോ യാത്ര പുറപ്പെടുന്ന ആവശ്യം. യാത്ര പുറപ്പെടുന്ന ആള് കുതിരയെ കൊണ്ടുവരൂ സൈന്ധവം ആനയ എന്ന് പറഞ്ഞാൽ അവിടെ കുതിരയെ കൊണ്ടുവരൂ എന്നാണ് താല്പര്യം. അപ്പൊ യാത്രാ പ്രകരണത്തിൽ ഉപ്പയും ബോധിക്കും. ഇങ്ങനെയാണ് പ്രകരണം കൊണ്ട് ശക്തി അറിയുന്നത്. ശക്തി കൊണ്ട് കിട്ടുന്ന അർത്ഥത്തെ ശക്യാർത്ഥം എന്ന് പറയുന്നു. ശക്തി കൊണ്ട് കിട്ടുന്ന അർത്ഥം ശക്യാർത്ഥം. ഈ ശക്യാർത്ഥത്തെ പദം നേരിട്ട് പറയുന്നു. ആ വാക്ക് തന്നെ അർത്ഥത്തെ നമ്മൾ പറയാണ്. ആ അർത്ഥത്തിന്റെ വാചകം ആണ് ആ പദം. അതുകൊണ്ട് അതിന് വാച്യാർത്ഥം എന്നും പേരുണ്ട്. ശക്യാർത്ഥത്തിന് വാച്യാർത്ഥം എന്ന് പേരുണ്ട്. പദം കേൾക്കുമ്പോൾ ആദ്യമായിട്ട് ശ്രോതാവിന് തോന്നുന്ന അർത്ഥം ശക്യാർത്ഥമാണ്, അല്ലെങ്കിൽ വാച്യാർത്ഥമാണ്. വേറെ അർത്ഥങ്ങളൊക്കെ പിന്നീടാണ് തോന്നുന്നത്. ആദ്യം തോന്നുന്ന അർത്ഥം വാച്യാർത്ഥം. ആദ്യം തോന്നുന്നത് കൊണ്ട് ഈ അർത്ഥത്തിന് മുഖ്യാർത്ഥം എന്നൊരു പേരുണ്ട്. മുഖം എന്ന വാക്കിന് ആദി എന്നർത്ഥം. മുഖം ആദി, മുഖത്തുള്ളത് മുഖ്യം. മുഖേ ഭവം മുഖ്യം, മുഖത്തുള്ളത് മുഖ്യം. മുഖത്തിന് ആദി എന്നർത്ഥം. അപ്പൊ മുഖേ ആദൗ ഭവം മുഖ്യം, ആദിയിലുള്ളത് മുഖ്യം. ആദ്യം തോന്നുന്ന അർത്ഥം മുഖ്യാർത്ഥം. ശക്യാർത്ഥം, വാച്യാർത്ഥം, മുഖ്യാർത്ഥം. ഇത് ശക്തി കൊണ്ട് കിട്ടുന്ന അർത്ഥത്തിന്റെ പേര്. ഇത് അഭിധ എന്ന വൃത്തിയാണെന്ന് പറഞ്ഞു. അഭിധാവൃത്തി കൊണ്ട് അർത്ഥം ബോധിപ്പിക്കുമ്പോൾ പദത്തെ അഭിധാനം എന്ന് പറയും. അഭിധാനം പദം. അതിൻ്റെ അർത്ഥം
അഭിധേയം, അഭിധ കൊണ്ട് പറയപ്പെടുന്നത് അഭിധേയം, അർത്ഥം അഭിധേയം, പദം അഭിധാനം. ഇങ്ങനെ ഒന്നാമത്തെ വ്യാപാരം അഭിധ എന്ന വ്യാപാരം. അഭിധ വ്യാപാരം കൊണ്ട് ബോധിക്കുന്ന അർത്ഥം ശക്യാർത്ഥം, വാച്യാർത്ഥം, മുഖ്യാർത്ഥം എന്ന 3 പേരുകളെ കൊണ്ട് അറിയപ്പെടുന്ന അർത്ഥമാണ് ഇത് ശബ്ദം. ശക്തി കൊണ്ട് ബോധിപ്പിക്കുന്ന അർത്ഥമാണ്. വാക്ക് കേൾക്കുമ്പോൾ തന്നെ ആ അർത്ഥം തോന്നും. വാക്ക് ഈ അർത്ഥത്തെ നമ്മളോട് പറയുന്നു. ഇതാണ് അഭിധ എന്ന വ്യാപാരം അല്ലെങ്കിൽ അഭിധാവൃത്തി. രണ്ടാമത് ലക്ഷണ. ലക്ഷണ ഈ അഭിധ കൊണ്ട് കിട്ടുന്ന അർത്ഥം മുഖ്യാർത്ഥം അല്ലെങ്കിൽ വാച്യാർത്ഥം അല്ലെങ്കിൽ ശക്യാർത്ഥം ചിലപ്പോൾ യുക്തിഹീനമായിട്ട് കാണപ്പെടും. ഈ അർത്ഥം സ്വീകരിച്ചാൽ യുക്തിഭംഗം ഉണ്ടാകും. അതല്ലെങ്കിൽ താല്പര്യഹാനി ഉണ്ടാകും. താത്പര്യം എന്ന് പറയുന്നത് വക്താവിന്റെ ഇച്ഛയാണ്. വക്തുരിച്ഛ താത്പര്യം. വക്തുഹു ഇച്ഛ, വക്താവിന്റെ ഇച്ഛ. വക്താവ് എന്ത് ഇച്ഛിച്ചു പറഞ്ഞുവോ അതാണ് താത്പര്യം. ഏതർത്ഥം ബോധിപ്പിക്കാൻ ഇച്ഛിച്ചാണോ വക്താവ് പറഞ്ഞത് അത് താത്പര്യം. വക്താവിന്റെ ഇച്ഛ താത്പര്യം. ആ താല്പര്യത്തിന് ഹാനി വരും. മുഖ്യാർത്ഥം സ്വീകരിച്ചാൽ താല്പര്യത്തിന് ഹാനി വരും. അത് വക്താവിന്റെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് വരും. ഇങ്ങനെ യുക്തിഭംഗമോ താല്പര്യഹാനിയോ വരുന്നിടത്ത് ഈ മുഖ്യാർത്ഥം സ്വീകരിക്കാൻ പറ്റില്ല. ആ മുഖ്യാർത്ഥത്തെ ഉപേക്ഷിക്കേണ്ടി വരും. വേറെ അർത്ഥം ചിന്തിക്കേണ്ടി വരും. വേറെ അർത്ഥം ഈ വാക്ക് തന്നെ അപ്പോൾ പറയും. അത് വേറെ വ്യാപാരം കൊണ്ട് പറയും. ഇങ്ങനെ മുഖ്യാർത്ഥം ഉപേക്ഷിക്കേണ്ടി വരുന്ന അവസ്ഥ, മുഖ്യാർത്ഥത്തിന് നിലനിൽപ്പ് ഇല്ലാതെ വരുന്ന അവസ്ഥയ്ക്ക് ബാധ എന്ന് പേര്. ബാധ. ഇങ്ങനെ മുഖ്യാർത്ഥം നിലനിൽക്കില്ല എന്ന് വന്നാൽ മുഖ്യാർത്ഥം ബാധിച്ചു പോയി. ഇങ്ങനെ മുഖ്യാർത്ഥം ബാധിക്കുമ്പോൾ പദം വേറെ വ്യാപാരം കൊണ്ട് ഈ മുഖ്യാർത്ഥത്തോട് സംബന്ധമുള്ള വേറെ അർത്ഥത്തെ ബോധിപ്പിക്കുന്നു. ബാധിച്ചുപോയ അർത്ഥത്തിന് പകരം വേറെ ഒരു വ്യാപാരം കൊണ്ട് വേറെ അർത്ഥത്തെ, ആ വേറെ അർത്ഥം മുഖ്യാർത്ഥത്തോട് സംബന്ധമുള്ളതായിരിക്കണം. സംബന്ധമില്ലാത്ത അർത്ഥമാവില്ല. സംബന്ധമുള്ള അർത്ഥത്തെ ബോധിപ്പിക്കുന്നു. ആ വ്യാപാരത്തെയാണ് ലക്ഷണാ വ്യാപാരം അല്ലെങ്കിൽ ലക്ഷണാവൃത്തി എന്ന് പറയുന്നു. മുഖാർത്ഥബാധേ തദ്യുക്തോ യയ അന്യോർത്ഥ പ്രതീയതേ രൂഢേ പ്രയോജനാദുവാസൗ ലക്ഷണാവൃത്തിരിഷ്യതേ. മുഖ്യാർത്ഥബാധേ, മുഖ്യാർത്ഥത്തിന് ബാധ ഉണ്ടാകുമ്പോൾ തദ്യുക്ത, അതിനോട് യോജിച്ചിരിക്കുന്ന, അതിനോട് സംബന്ധമുള്ള, അന്യഃ അർത്ഥഃ, വേറെ അർത്ഥം, യയാ പ്രതീയതേ, എവളാൽ പ്രതീയമാകുന്നുവോ, പ്രതീതമാകുന്നുവോ. മുഖ്യാർത്ഥത്തിന് ബാധയുണ്ടാകുമ്പോൾ ഏത് വ്യാപാരത്താൽ വേറെ അർത്ഥം തോന്നുന്നുവോ. അതെങ്ങനെയാ തോന്നാൻ കാരണം? രൂഢേ പ്രയോജനാദുവാ, രൂഢേ രൂഢി കൊണ്ട്. രൂഢി നേരത്തെ പറഞ്ഞു ഭാഷയിൽ ഉറച്ചു കിടക്കുന്ന അർത്ഥമാണ്. ഈ വാക്കിന് ഈ അർത്ഥം ഇന്ന് ഭാഷയിൽ ഉറച്ചു കിടപ്പുണ്ട്.
ഇങ്ങനെ പ്രസിദ്ധമായിരിക്കുന്ന അർത്ഥം രൂഢി. ആ രൂഢി കൊണ്ട് രൂഢിയിൽ നിന്ന് പ്രയോജനാദ്വാ പ്രയോജനത്തിൽ നിന്നോ ഇങ്ങനെ അർത്ഥമെടുക്കുന്നതിന് പ്രയോജനമുണ്ട്. ഈ രൂഢിയുടെ അർത്ഥം എടുക്കുന്ന പ്രയോജനമൊന്നുമില്ല. അത് രൂഢി ഉള്ളത് കൊണ്ട് എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒരു പ്രയോജനം ഉദ്ദേശിച്ചിട്ടല്ല രൂഢി സ്വീകരിക്കും. സ്വീകരിക്കാതെ പറ്റില്ല. കാരണം അത് ഭാഷയിൽ ഉറച്ചു കിടക്കുകയാണ്. അത് നിർബന്ധമായിട്ട് സ്വീകരിച്ച് മതിയാവുള്ളൂ. ഇതാണ് രൂഢി. പ്രയോജനം അങ്ങനെയല്ല. അപ്പൊ പ്രയോജനാദ്വാ രൂഢിയിൽ നിന്നോ പ്രയോജനത്തിൽ നിന്നോ ഈ അന്യാർത്ഥ പ്രതീതി ഒന്നുകിൽ രൂഢിയിൽ നിന്നുണ്ടാകാം, അല്ലെങ്കിൽ പ്രയോജനത്തിൽ നിന്ന് ഉണ്ടാകാം. രണ്ട് വഴിക്കായാലും, രൂഢിയിൽ നിന്നുണ്ടായാലും പ്രയോജനത്തിൽ നിന്നുണ്ടായാലും, ഇങ്ങനെ യുക്തമായ വേറെ അർത്ഥത്തിന്റെ പ്രതീതി ഉണ്ടാകുന്നതിനെ ലക്ഷണാവൃത്തി അല്ലെങ്കിൽ ലക്ഷണ വ്യാപാരം എന്ന് പറയുന്നു. അസൗ ലക്ഷണാവൃത്തി ഇഷ്യതേ. ഇതിനെ ലക്ഷണാവൃത്തി എന്ന് പറയുന്നു. മുഖ്യാർത്ഥത്തിന് ബാധയുണ്ടാകുമ്പോൾ രൂഢി കൊണ്ടോ പ്രയോജനം കൊണ്ടോ അതിനോട് യോജിച്ചിരിക്കുന്ന, സംബന്ധപ്പെട്ടിരിക്കുന്ന വേറെ അർത്ഥം ഏത് വ്യാപാരം കൊണ്ട് അല്ലെങ്കിൽ വൃത്തി കൊണ്ട് തോന്നുന്നുവോ അത് ലക്ഷണാവൃത്തി അല്ലെങ്കിൽ ലക്ഷണ വ്യാപാരം. അപ്പൊ ലക്ഷണ സ്വീകരിക്കാനുള്ള പൂർവോപാധി, ഇതിന്റെ പ്രീ കണ്ടീഷൻ മുഖ്യാർത്ഥ ബാധയാണ്. മുഖ്യാർത്ഥത്തിന് ബാധ വരാത്തിടത്തോളം കാലം ലക്ഷണ സ്വീകരിക്കാൻ പാടില്ല. ഇത് ഓരോരുത്തർക്ക് ഇഷ്ടം പോലെ സ്വീകരിക്കാവുന്നതല്ല. വ്യാഖ്യാതാവിന് ഇഷ്ടം പോലെ സ്വീകരിക്കാൻ പറ്റുന്നതല്ല ലക്ഷണം. ലക്ഷണം സ്വീകരിക്കേണ്ടത് മുഖ്യാർത്ഥത്തിന് ബാധയുണ്ടാകുമ്പോൾ മാത്രം ആണ്. മുഖ്യാർത്ഥം ബാധിച്ചു പോകുന്നില്ല എങ്കിൽ ലക്ഷണ സ്വീകരിക്കാൻ പാടില്ല. ബാധിച്ചാൽ രൂഢി കൊണ്ടോ പ്രയോജനം കൊണ്ടോ നമ്മൾ ഈ ലക്ഷണ എടുക്കുന്നു. അപ്പൊ രൂഢി കൊണ്ട് ലക്ഷണ സ്വീകരിക്കുന്നതിന്റെ ഉദാഹരണം തൈലം എന്നൊരു പദം. തൈലം, ജലസേതം തൈലം. തൈലത്തിലുള്ളതാണ് തിലം. തിലത്തിലുള്ളതാണ് തൈലം. തിലം എള്ള്. എള്ളിന്റെ രസം, തിലരസം എന്ന അർത്ഥത്തിലാണ് തൈലം എന്ന പദം. അപ്പൊ തൈലം എന്ന പദം ശക്തി കൊണ്ട് ബോധിപ്പിക്കുന്നത് തിലരസത്തെയാണ്, എള്ളിന്റെ രസത്തെയാണ്. മലയാളത്തിൽ എണ്ണ, ഇത് രണ്ട് ചേർന്നിട്ടാണ് എണ്ണ എന്ന വാക്കുണ്ടാകുന്നത്. എള്ള്, എള്ളിന്റെ രസം എന്നർത്ഥം. എണ്ണ. ഇതാണ് സംസ്കൃതത്തിലെ തൈലം. സംസ്കൃതത്തിൽ തൈലം എന്ന പദവും മലയാളത്തിൽ എണ്ണ എന്ന പദവും ഉപയോഗിക്കുന്നത് ഈ അർത്ഥത്തിലല്ല. ഈ അർത്ഥത്തിലും ഉപയോഗിക്കും, പിന്നെ വേറെ പല അർത്ഥങ്ങളിലും ഉപയോഗിക്കും. അപ്പൊ എണ്ണ എന്ന് നമ്മൾ പറയുമ്പോ വെളിച്ചെണ്ണ, മരോട്ടി എണ്ണ, വേപ്പെണ്ണ, ഉന്നക്ക എണ്ണ, ഇങ്ങനെ പല പല എണ്ണകൾ പറയുന്നു. മണ്ണെണ്ണ എന്ന് വരെ പറയും. എല്ലാ ബീജങ്ങളുടെയും രസത്തിന് എണ്ണ എന്ന് പേര് പറയുന്നു. പുസ്തകത്തിൽ തൈലം എന്ന വാക്ക് ഇതുപോലെ തന്നെ ഉപയോഗിക്കും. ഈ തൈലം എന്നും അല്ലെങ്കിൽ എണ്ണ എന്നും സർവബീജങ്ങളുടെയും രസത്തിന്റെ സാമാന്യമായ പേരായിട്ട് പറയുന്നു. ഇതെന്താ ഇങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ അതങ്ങനെ ആയിപ്പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ. വേറെ ഒരു കാരണവും പറയാൻ പറ്റില്ല. ഇത് ഭാഷയിൽ അങ്ങനെ ഉറച്ചുപോയി. അങ്ങനെ ഉറച്ചുപോയത് കൊണ്ട് അങ്ങനെ പ്രയോഗിക്കുന്നു. മലയാളത്തിൽ ഇപ്പോ ഈ എണ്ണ സാമാന്യമായി പോയത് കൊണ്ട് എള്ളിന്റെ രസമെന്ന് പറയാൻ എള്ള എണ്ണ എന്ന് പറയുന്നു. വാസ്തവത്തിൽ അത് പറയാൻ പാടില്ല. അതിൽ പൗനരുക്തിയുണ്ട്. എണ്ണ തന്നെ എള്ളു വന്നു കഴിഞ്ഞു. എന്നെന്നും നാ എന്നും ചേർന്നിട്ടാണ് എണ്ണ എന്നായത്.
ഇനി അതിന്റെ വിശേഷണമായിട്ട് എള്ള് എന്ന് ചേർക്കുന്നത് ശരിയല്ല. അപ്പൊ എള്ളെണ്ണ എന്ന വാക്ക് വാസ്തവത്തിൽ അപശബ്ദമാണ്. പക്ഷെ നമ്മൾ അങ്ങനെ പറയുന്നു, കാരണം എല്ലാത്തിനും എണ്ണാന്ന് പേരായതുകൊണ്ട് എള്ളിന്റെ രസത്തെ വേർതിരിച്ച് കാണിക്കാൻ എള്ളിനെ വിശേഷണമായിട്ട് പിന്നെയും ചേർത്ത് എള്ളെണ്ണ എന്ന് പറയുന്ന പതിവ് മലയാളത്തിലുണ്ട്. ഇങ്ങനെ രൂഢി കൊണ്ട് ലക്ഷണം സ്വീകരിച്ചു. ഈ തൈലം അല്ലെങ്കിൽ എണ്ണ എന്ന വാക്ക് എല്ലാ രസങ്ങളെയും ബോധിപ്പിക്കുന്നത് ശക്തി കൊണ്ടല്ല. ശക്തി കൊണ്ട് എള്ളിന്റെ രസത്തെ മാത്രമേ അതിന് ബോധിപ്പിക്കാൻ കഴിയുള്ളൂ. അതായത് ലക്ഷണ കൊണ്ടാണ് മറ്റു രസങ്ങളെ പറയുന്നത്. പക്ഷെ ആ ലക്ഷണം സ്വീകരിച്ചത് ആ അർത്ഥത്തിൽ ഇത് ഉറച്ചു പോയത് കൊണ്ട് മാത്രമാണ് നമുക്കൊരു പ്രയോജനവും പറയുന്ന ആൾക്കൊരു പ്രയോജനം ഉള്ളത് കൊണ്ടല്ല. അങ്ങനെ രൂഢിയുള്ളത് കൊണ്ട് മാത്രം ലക്ഷണം സ്വീകരിക്കുമ്പോൾ അതിന് നിരൂഢ ലക്ഷണ എന്നൊരു പേരുണ്ട്. നിരൂഢ ലക്ഷണ. ഇതരാം രൂഢം ഏറ്റവും ഉറച്ചുപോയി, അങ്ങനെ ഉറച്ചു കിടക്കുന്നത് കൊണ്ട് മാത്രം ആ അർത്ഥത്തിൽ പ്രയോഗം. ഇത് നിരൂഢ ലക്ഷണ. നിരൂഢ ലക്ഷണം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല, രൂഢിയുള്ളത് കൊണ്ട് സ്വീകരിച്ചു എന്ന് മാത്രം. ഇനി പ്രയോജനമുള്ള ലക്ഷണം, അതിന് പ്രയോജനവതീ ലക്ഷണ എന്ന് വിളിക്കുന്നു. നിരൂഢ ലക്ഷണ, പ്രയോജനവതീ ലക്ഷണ എന്ന് രണ്ട് വിധത്തിൽ ലക്ഷണം. പ്രയോജനവതി, പ്രയോജനമുള്ളവൾ. പ്രയോജനം എന്നതിനോട് വതുപ്, അതുള്ളത് എന്നർത്ഥം കാണിക്കുന്ന വതുപ് എന്ന പ്രത്യയം ചേർത്തു. വതുപ് എന്ന പ്രത്യയത്തിൽ ഉകാരവും ബകാരവും ഇത്താണ്. വത് എന്ന് മാത്രമാണ് പ്രത്യയത്തിന്റെ രൂപം. അപ്പൊ പ്രയോജനത്തോട് വത് എന്ന് ചെയ്യുന്നു. പ്രയോജനം വത്, പ്രയോജന വത്. ഇനി അതിനെ സ്ത്രീലിംഗമാക്കി, സ്ത്രീലിംഗ പ്രത്യയം നീപ്പ് എന്ന പ്രത്യയം വെച്ചിട്ട് പ്രയോജനവതീ എന്നാക്കി. ലക്ഷണ സ്ത്രീലിംഗം ആയതുകൊണ്ട് ലക്ഷണ എന്ന് സ്ത്രീലിംഗം. അതുകൊണ്ട് അതിന്റെ വിശേഷണം പ്രയോജനവതി എന്ന് സ്ത്രീലിംഗമാക്കി. ഇങ്ങനെ പ്രയോജനവതീ ലക്ഷണ. പ്രയോജനം ഉണ്ട് എന്നർത്ഥം. ഈ പ്രയോജനവതീ ലക്ഷണ മൂന്ന് വിധത്തിൽ ഉണ്ട്. മൂന്ന് വിധത്തിലുള്ള പ്രയോജനവതീ ലക്ഷണ ഇന്നത്തെ ക്ലാസ്സിൽ തുടരാം. ഇപ്പോൾ സമയം കഴിഞ്ഞു. പിന്നെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം.